أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വീഡിയോ കാണുന്നവരോട് പ്രത്യേകിച്ച് ഒന്ന് പറയാനുള്ളത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് ആദ്യമായിട്ട് പറയുകയാണ്. കാര്യം പിന്നീട് മറന്നു പോകും എന്നുള്ളത് വെച്ചുകൊണ്ടാണ് ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. ഞാൻ ഈ പറയാൻ പോകുന്ന ദിക്ർ എന്ന് പറയുന്നത് ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ് ഈ ദിക്റിനകത്തുള്ളത്. എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്കും വലിയവർക്കും ചെറിയവർക്കും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഉപദ്രവം, ശത്രുക്കൾ എന്ന് പറയുന്ന ഒരു സംഗതി. ഈ ദിക്ർ ചെല്ലുന്ന ഒരാളിന് ഒരു ശത്രു കാണുകയില്ല. ശത്രുക്കളെ ഈ ആളിനെ കണ്ടു കഴിഞ്ഞാൽ മതി, ആ ശത്രുക്കൾ അടുത്തു പോലും നിൽക്കത്തില്ല, അവരൊഴിഞ്ഞങ്ങ് പോകുന്നതായിരിക്കും. നമുക്കൊരു ഉപദ്രവം നമുക്കുണ്ടാകത്തില്ല. ഭൂമി ലോകത്ത് വെച്ചുള്ള ഏറ്റവും ഉപദ്രവം പോലും നമുക്കുണ്ടാകത്തില്ല. അപ്പോൾ ഈ ദിക്ർ നമ്മളങ്ങ് ചെല്ലിയാൽ മതി. ദിക്ർ എത്ര മാഹാത്മ്യമായ ദിക്റാണ്, അള്ളാഹുവിൻ്റെ ദിക്റാണ്. അള്ളാഹുവിൽ അടിയുറച്ചിട്ടുള്ള കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ദിക്ർ. അപ്പോൾ ഈ ദിക്ർ ചെല്ലുന്ന കാര്യത്തിൽ ഒരു മടിയും വേണ്ട. ഈ ദിക്ർ നിങ്ങൾ കുറച്ചങ്ങ് ചെല്ലിയാൽ മതി. ഇതുകൊണ്ട് ഒരു ശത്രുവിൻ്റെ ഉപദ്രവവും ഒരു ശത്രുക്കളും നിങ്ങളോട് അടുക്കുകയുമില്ല, ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവവും ഉണ്ടാകത്തില്ല. എല്ലാം കൊണ്ടും ഹൈറും ബർക്കത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തരുന്നതുമാണ്. ഞാനതാ ഈ ദിക്ർ ചെല്ലാൻ പോവുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ഖാബിലു യാ അല്ലാഹ്, യാ ഖാബിലു യാ അല്ലാഹ്, യാ ഖാബിലു യാ അല്ലാഹ്. ഇതൊരു 101 പ്രാവശ്യം നിങ്ങൾ ചെല്ലണം. പിന്നെ ആ 101 പ്രാവശ്യം ചെല്ലിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണം. അങ്ങനെ ദുആ കൂടി ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സാധ്യതയിൽ വരും. അതിനകത്ത് യാതൊരു തർക്കങ്ങളുമില്ല. അള്ളാഹുവിൻ്റെ ഇസ്മാണ്, അള്ളാഹുവിൻ്റെ വചനമാണിത്, അള്ളാഹുവിൻ്റെ ദിക്റാണ്. അതുകൊണ്ട് ഇതിൽ യാതൊരു മടിയും നിങ്ങൾ കാണിക്കേണ്ട, നിങ്ങളങ്ങ് ചെല്ലുക. മാത്രമല്ല എനിക്ക് പറയാനുള്ളത്, ഇത് ചെല്ലുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയും. 101 പ്രാവശ്യം തന്നെ നിങ്ങളത് ചെല്ലണം. നിങ്ങളത് കുറവ് വരുത്തരുത്. പിന്നെ ഇതല്ലാത്ത സമയം, ഇത് കഴിഞ്ഞ സമയങ്ങളിൽ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും നിങ്ങൾക്ക് ചെല്ലാം. പക്ഷേ ഈ പറഞ്ഞ നിയത്തനുസരിച്ച് 101 പ്രാവശ്യം തന്നെ കറക്റ്റായിട്ട് നിങ്ങൾ ചെല്ലുകയും വേണം. അങ്ങനെ ചെല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ നേരത്തെ നമ്മൾ പറഞ്ഞനുസരിച്ചുള്ളതായ പ്രതിഫലം നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് പിന്നെ ഭയപ്പെടേണ്ട ഒരു കാര്യങ്ങളുമില്ല. ശത്രുക്കളില്ലെങ്കിൽ നമ്മൾക്ക് എല്ലാവിധ ഗുണങ്ങളും ഉണ്ട്. ശത്രുക്കളില്ലാത്തവരുടെ ചുരുക്കമാണ്. പക്ഷേ ഇത് ശത്രുക്കളില്ല. ശത്രുക്കളെന്ന് പറയുന്ന നമ്മളെ ഇഷ്ടപ്പെടാത്ത, നമ്മളോട് വൈരാഗ്യം വെച്ച് പുലർത്തുന്ന ആൾക്കാർ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അവർ മാറിയങ്ങ് പോകുന്നതാണ്. അവരിൽ നിന്നും ഒരു ഉപദ്രവം നമുക്കുണ്ടാവുകയില്ല. ഇത് ഏറ്റവും വലിയൊരു കാര്യമല്ലേ. ഇത് നിങ്ങൾ ഈ ദിക്ർ ഒരു 101 പ്രാവശ്യം ആദ്യം ചെല്ലുമ്പോൾ ഇരുന്നു കൊണ്ട് ഒരു 101 പ്രാവശ്യം നിങ്ങൾ ഈ ദിക്ർ ചെല്ലണം. അങ്ങനെ നിങ്ങൾ ദിക്ർ ചൊല്ലിയിട്ട് റബ്ബിനോട് നിങ്ങൾ ദുആ ചെയ്യണം. അതിനുശേഷം പിന്നെ വേണമെങ്കിൽ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചെല്ലാം. പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ചെല്ലാം. ചെല്ലുന്നതിനനുസരിച്ച് ഓരോ വാക്കിനനുസരിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ അതിന് പ്രതിഫലം നിങ്ങൾക്ക് തരുന്നതാണ്. അതുകൊണ്ട് ഈ ദിക്ർ ചെല്ലുന്ന കാര്യത്തിൽ മടി വേണ്ട. ഈ ദിക്ർ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ മനസ്സിനകത്ത് നിസ്സാരമായി കണക്കാക്കിക്കൊണ്ട് ചെല്ലരുത്. വളരെ പ്രാധാന്യമുള്ള ദിക്റാണ്, വലിയ അർത്ഥമുള്ള ദിക്റാണ്. അതുകൊണ്ട് നേരെ അങ്ങ് ചെല്ലണം, നല്ല മനസ്സോടുകൂടി ചെല്ലണം. ഇതിന് പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ചെല്ലുന്നവർക്കും കാണുന്നവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതായ പ്രതിഫലം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പറയുന്ന ഞാൻ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഇതിൽ പറഞ്ഞതിൽ വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പുറത്തു തരട്ടെ എന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.